ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വേറൊരു ട്രാവൽ ബ്ലോഗായിട്ടാട്ടോ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഇട്ട ഹോൾസ്റ്റാറിൻ്റെ ബ്ലോഗിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഓടിപ്പോയിട്ട് അത് കണ്ടിട്ട് വരാം കേട്ടോ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന പുതിയ സ്ഥലം പാരീസ് ആണ്. ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങളോട് ഇത് പറയണ്ട, സർപ്രൈസ്ഡ് ആയിട്ട് വെക്കാമെന്ന്. പക്ഷേ എന്തായാലും തംബ്നെയിൽ ഇടുമ്പോൾ നിങ്ങൾ കാണുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് പാരീസിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്ന പാഡർബോൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഡ്യൂസൽഡോർഫ്, അതായത് ജർമ്മനിയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ് ഡ്യൂസൽഡോർഫ്. ഡ്യൂസൽഡോർഫിലേക്ക് നമ്മളൊരു 2.5 hours വരുന്നൊരു ട്രെയിൻ ജേർണി ഉണ്ട്. അതെടുത്ത് നമ്മൾ ഡ്യൂസൽഡോർഫിൽ പോയി ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ നാളെ രാവിലെ 12:40 ഫ്ലിക്സ് ബസ് എടുത്തിട്ട് 7:15 ആവുമ്പോൾ, നാളെ രാവിലെ 7:15 ആവുമ്പോഴേക്കും നമ്മൾ പാരീസ് എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് റെഡിയായി എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. ഞാനും ശ്രീയും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി ആയിട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ ബ്ലോഗിൻ്റെ ബാക്കി പോർഷനിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കം വിത്ത് മീ. നമ്മളിത് ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം കേട്ടോ. ലിതിയും റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. അപ്പോൾ അവരെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാവേ. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ദേ ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനെത്തി. ഇതാ എൻ്റെ പുറകിൽ കാണുന്നതാണ് കേട്ടോ ദിയ, മറ്റേതിൽ ഇതിയ. അങ്ങനെ നമ്മൾ ദേ ഇവളുമാരെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൂട്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് എൻ്റെ എല്ലാ ബ്ലോഗിലും കണ്ട് നല്ല പരിചയമായിട്ടുണ്ടാവില്ലേ. ഈ കാണുന്നതാണ് പാഡർബോൺ റെയിൽവേ സ്റ്റേഷൻ. അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് രാത്രിയിലത്തെ ട്രെയിൻ എടുത്തിട്ട് നമ്മളൊരു 11 മണി സംതിങ് ഒക്കെ ആവാറാവുമ്പോഴേക്കും നമ്മൾ ഡ്യൂസൽഡോർഫ് ചെന്നെത്തും. അവിടെ ചെന്നിട്ട് നമ്മൾ വെളുപ്പിന് 12:40 നമ്മളുടെ പാരീസിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ ട്രിപ്പിനെ പറ്റി പറയാനുള്ളത്? എക്സൈറ്റഡ്? നല്ല ട്രിപ്പായിരിക്കും. അതെ, പ്രതീക്ഷിക്കുന്നു. നിങ്ങളുള്ളതുകൊണ്ട് വളരെ നല്ല ട്രിപ്പായിരിക്കും. നമ്മളിപ്പോൾ ആദ്യത്തെ ട്രെയിനിൽ കയറിയിട്ടാ. ഇനി നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ കഴിയുമ്പോൾ SN എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നെത്തും. SNൽ ചെന്നിട്ടാണ് നമ്മൾ അടുത്ത ട്രെയിൻ മാറി കയറണം. മൊത്തത്തിലുള്ള ജേർണി ഏകദേശം 2 മണിക്കൂറാണ്. 2.5 മണിക്കൂർ. അത് കഴിയുമ്പോൾ നമ്മൾ ഡ്യൂസൽഡോർഫ് എത്തും. പൊതുവേ ഞങ്ങൾ 3 പേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ് കേട്ടോ. അത് പോരാത്തതിന് ഞങ്ങൾ ഇന്ന് പാരീസ് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കൂടെ ആയത് കാരണം ഞങ്ങൾ വായ പൂട്ടിയിട്ടില്ല ഫുൾ ട്രെയിൻ ജേർണിയിൽ. ശ്രീ അത് കാരണം ഞങ്ങൾ 3 പേരും കൂടി ഇറക്കി റോട്ടിലേക്ക് വിടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് വൈബ് അടിച്ച് പോയത് കാരണം ഒട്ടും ഉറക്കം വന്നില്ല കേട്ടോ. നമ്മൾ 2 ട്രെയിനിലും നല്ല ഓണായിരുന്നു. അങ്ങനെ ദേ നമ്മൾ ഡ്യൂസൽഡോർഫ് എത്തി. ഈ കാണുന്ന ബസ്സാണ് നമ്മൾ പാരീസിൽ എത്തിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലിക്സ് ബസ്. അപ്പോൾ ഈ ബസ് നമ്മളെ കുറച്ച് ടെൻഷൻ അടിപ്പിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ രാത്രി 12:40 വെയിറ്റ് ചെയ്തിരുന്ന ബസ് വെളുപ്പിന് 2 മണിക്കാണ് എത്തിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ വഴിയിൽ എവിടെയോ ഒരു ചെറിയ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ബസ് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് എത്താൻ വൈകിയെന്നാണ് ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ലേറ്റ് ആയിട്ടാണ് എത്തിയതെങ്കിലും നമ്മളിതേ ബസ്സിൽ കയറി. ഇപ്പോൾ എല്ലാവരും 4 സീറ്റിലായിട്ട് ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ ബസ്സിൽ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ബസ്സിലധികം ആൾക്കാരില്ല എന്നുള്ളത്. ഇതൊരു ഡബിൾ ഡക്കർ ബസ്സാണ് കേട്ടോ ഫ്ലിക്സിൻ്റെ. അപ്പോൾ ഞങ്ങൾ മുകളിലെ ഭാഗത്തായിരുന്നു ഇരുന്നത്. ഞങ്ങൾ സീറ്റ് ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആൾക്കാർ ആരെയും കാണാണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 4 പേരും 4 സീറ്റുകളിൽ കയറി ഇരുന്നിട്ട് നല്ല നീണ്ടു നിവർന്ന് കിടന്നുറങ്ങാൻ തുടങ്ങി. നമ്മൾ ഫ്രാൻസിൻ്റെ ബോർഡർ ഓൾറെഡി കുറേ നേരമായി കടന്നിട്ട് ഞാൻ പക്ഷെ നല്ല ഉറക്കമായിരുന്നുകൊണ്ട് ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഇപ്പം നമ്മൾ പാരീസിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ബസ്. ഇപ്പോൾ സമയം ഏകദേശം 8:21 ആയിട്ടുണ്ട്. 8:36 ആവാറാകുമ്പോഴേക്കും നമ്മൾ പാരീസ് എത്തുന്ന കാണിക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ്സ് കൂടി മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ക്ലിയർ ആയിട്ട് കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ബസ്സിലെല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മൈക്ക് കൊണ്ടുവരാനായിട്ട് ആ തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ പയ്യെ സംസാരിക്കുന്നത്. നമ്മൾ ഫ്രാൻസിൻ്റെ ബോർഡർ കടന്നിട്ട് ദേ പാരീസ് ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മുടെ ബസ് നിർത്തുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരു ട്രാം എടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഇൻഫോർമേഷൻ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ട്രാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലെത്തും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അങ്ങനെയാണോ എന്നുള്ളത്.
അപ്പോൾ ഗൈസ് ഏകദേശം ഒരു 6-6.5 മണിക്കൂറത്തെ ജേണിക്കൊടുവിൽ നമ്മളിത് പാരീസ് എത്തി. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലിക്സ് ബസ് നിർത്തുന്ന പോർട്ടേ മൈലോട്ട് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ട്രാം സ്റ്റേഷനിലേക്ക് നടന്നു പോകണം. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പരിചയമില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആൾക്കാരോട് ചോദിച്ച് ഇവിടെ നിന്ന് നടന്ന് ട്രാം സ്റ്റേഷൻ എത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് നമ്മളുടെ ഹോട്ടലിലേക്കാണ് കേട്ടോ. B&B എന്ന് പറഞ്ഞ ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടേക്കാണ് ഞങ്ങളിത് ഈ താറാവ് കൂട്ടം നടന്നു പോകുന്നത് പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ എല്ലായിടത്തും കുറച്ചു നേരം നിന്ന് വർത്താനം പറഞ്ഞാണ് ഈ പെട്ടിയും വലിച്ചുകൊണ്ട് പോകുന്നത്. സ്ത്രീക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കാരണം പെൺകുട്ടികളുടെ കൂടെ ട്രിപ്പ് വരുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച് ട്രാമിൽ കയറിയിട്ടുണ്ട്. എൻ്റെ മുടിയൊക്കെ ആകെപ്പാടെ ഈ യാത്രയ്ക്ക് ഒടുവിൽ ഭയങ്കര കോലത്തിലാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഹോട്ടലിൽ പോയി റെഡിയായതിനു ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഞങ്ങൾ ട്രാം സ്റ്റേഷൻ എത്തിയ ഉടനെ തന്നെ പുറത്തോട്ട് നോക്കിയപ്പോൾ നമ്മുടെ B&B ഹോട്ടൽ കാണാമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഹോട്ടലിൽ പോയി നമ്മുടെ ലഗേജസ് എല്ലാം അവിടെ വെച്ചതിന് ശേഷം ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹോട്ടലിൽ നമുക്ക് ചെക്ക് ഇൻ വരുന്നത് ഉച്ചയ്ക്ക് 3 മണിക്കാണ്. പാരീസിലുള്ള ഒട്ടുമിക്ക ഹോട്ടലുകളിലും ഉച്ചയ്ക്ക് 3 മണിക്കാണ് ചെക്ക് ഇൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതനുസരിച്ച് വേണം കേട്ടോ പ്ലാൻ ചെയ്യാനായിട്ട്. ഞങ്ങൾ നൈറ്റ് ബസ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഹോട്ടൽ ബുക്ക് ചെയ്യാൻ നിന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ആ നഗ്ന സത്യം ആ സമയത്തായിരുന്നു മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലഗേജ് വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു ട്രാം എടുത്തിട്ട് പാരീസിന്റെ തന്നെ ഈഫൽ ടവർ കാണാൻ പറ്റുന്ന ഏതെങ്കിലും കുറച്ച് ദൂരെ നിന്നാണെങ്കിലും കാണാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പോയി ഈഫൽ ടവർ ഒക്കെ കണ്ട് ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളോട് റിസപ്ഷനിൽ അവർ പറഞ്ഞു ഉച്ചയ്ക്ക് 2 മണിയെങ്കിലും ആവാറാവുമ്പോഴേക്കും നമുക്ക് റൂം തരാൻ അവർ ശ്രമിക്കാമെന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഇവിടെ വെറുതെ ചുറ്റിക്കറങ്ങി കുറച്ച് നേരം സമയം കളയാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ഐറ്റിനറിയും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു പാരീസിലേക്ക് വന്നത്. പക്ഷേ ഞാൻ ഇന്നത്തെ ദിവസം നമ്മുടെ പ്ലാനിങ് ഒന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസത്തേക്ക് ഐറ്റിനറി ഒന്നും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. നാളെ തൊട്ടാണ് നമ്മുടെ ഒറിജിനൽ പാരീസ് ട്രിപ്പ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഇപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ തന്നെ സെഫോറയിൽ കയറി കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. കുറച്ച് നേരം സെഫോറയിൽ ചുറ്റിക്കറങ്ങി നടന്ന എല്ലാ പ്രോഡക്ട്സും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നത് ഈഫൽ ടവർ അത്യാവശ്യം നല്ല വ്യൂവിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മൾ ഇന്ന് വൈകുന്നേരം തന്നെ ഈഫൽ ടവറിന്റെ സ്പാർക്ലിംഗ് കാണാനായിട്ട് പോകുന്നുണ്ട്. റൂം കിട്ടി റെഡിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വെറുതെ ഒന്ന് വാക്കിന് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഈഫൽ ടവർ കാണാനുള്ള കൊതി കൊണ്ട് ഇവിടെ വന്ന് നിന്നതാണ്. ഈ ഏരിയ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എല്ലാ ബിൽഡിങ്ങുകളും എല്ലാം കാണാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ. ഇവിടെ ഒരുപാട് ബ്രിഡ്ജുകളുണ്ട്. നമുക്ക് ഇതേപോലെ നല്ല വ്യൂസ് കിട്ടുന്ന തരത്തിലുള്ള ഒരുപാട് ബ്രിഡ്ജുകളുണ്ട്. അതുപോലെ തന്നെ പാരീസിലെ ഒട്ടുമിക്ക ബിൽഡിങ്ങുകളും കുറേ വർഷം പഴക്കമുള്ളതും ഭയങ്കര ഹൈറ്റ് ഉള്ളതുമാണ്. പാരീസ് സിറ്റി തന്നെ ശരിക്കും ഭയങ്കര പൊക്കത്തിലാണ് എല്ലാ ബിൽഡിങ്ങുകളും ഉള്ളത്. ജർമ്മനിയിൽ നമുക്ക് അത്രയും ഹൈറ്റുള്ള ബിൽഡിങ്ങുകൾ കാണാനായിട്ട് ഭയങ്കര കുറവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നേരം പാരീസ് സിറ്റി ഇതിലേക്കൂടി നടന്നൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നേരെ പോയത് KFCയിലേക്കായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്ത് ഞങ്ങൾ അങ്ങോട്ട് ബ്രഞ്ച് വയറ് നിറച്ച് അങ്ങോട്ട് കഴിച്ചു. എനിക്ക് ഈ ടൈമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ എനർജി അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തൊട്ട് ഉണ്ടായിരുന്ന ഉറക്കവും കാര്യങ്ങളൊക്കെ പെൻഡിങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രഞ്ച് കഴിച്ചതിന് ശേഷം ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയി നല്ലോണം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾ ഈഫൽ ടവർ സ്പാർക്ലിംഗ് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന തൊട്ടിട്ടുള്ള വീഡിയോസാണ് കേട്ടോ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ പാരീസ് വ്ളോഗ്. നമ്മളിപ്പോൾ പാരീസിലാണുള്ളത്. നമ്മൾ ആദ്യം രാവിലെ ഒരു 8:30 ഒക്കെ ആയപ്പോഴേക്കും ഇവിടെ വന്ന് എത്തിയിട്ട് നല്ല രീതിയിലൊക്കെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരമാണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ ഈഫൽ ടവർ സ്പാർക്ലിംഗ് കാണാനായിട്ട് പോവുകയാണ്. പിന്നെ നമുക്ക് നൈറ്റിലൊരു ബോട്ട് റൈഡും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടിനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അതേ റെഡി ആയിട്ട് പോകാൻ നിൽക്കുന്നത്. ഞാൻ ആ പോകുന്നതിന് മുമ്പ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ താമസിച്ച ഹോട്ടലിൻ്റെ ഒരു വ്യൂ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇതാണ് ഫ്രണ്ടിലത്തെ ഡോറ്. നമ്മൾ ഇവിടെ നിന്ന് കയറി അകത്തേക്ക് വരുമ്പോഴേക്കും ഇതാ ഇങ്ങനെ ഇവിടെ ഒരു ലോങ് മിറർ ഇവർ തന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ലോങ് മിറർ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഈ കാണുന്നതാണ് റൂം. ഭയങ്കര വലിയ റൂമൊന്നുമല്ല, പക്ഷേ ആവശ്യത്തിന് സ്പേസ് ഒക്കെ ഉള്ള ഒരു ഫെസിലിറ്റീസ് ഉള്ളൊരു റൂം. എനിക്കിഷ്ടപ്പെട്ടു, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാ നമുക്കിവിടെ ഒരു ലോക്കർ തന്നിട്ടുണ്ട്. ബാക്കി പിന്നെ നമ്മളെ ടീ സംഭവങ്ങളൊക്കെ പിന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ കുറച്ച് ചിപ്സും ഇതൊക്കെ അവർ തന്നിട്ടുണ്ട്. ഇവിടെ ജാക്കറ്റൊക്കെ തൂക്കാനൊരു സ്പേസ്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് പാരീസ് കാണാം. പിന്നെ അതാ ഇവിടെ ഒരു ടേബിളും ഒരു കുട്ടി ചെയറും ഉണ്ട്. TV ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് വാഷ്റൂം. ഒരു നീറ്റായിട്ടുള്ളൊരു വാഷ്റൂമും തന്നിട്ടുണ്ട്. നല്ലൊരു
റൂമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, പാരീസിൽ വരുവാണെന്നുണ്ടെങ്കിൽ B&B ഹോട്ടൽ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനിന്ന് ഈ കാണുന്ന ഔട്ട്ഫിറ്റാണ് കേട്ടോ പുറത്തേക്ക് പോകാനായിട്ട് വെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് ഈഫൽ ടവറിൻ്റെ അങ്ങോട്ടേക്കാണ്. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങളപ്പോൾ ദേ പുറത്തിറങ്ങി. ഇനി നമ്മൾ ഈഫൽ ടവറിലോട്ട് പോവാം കേട്ടോ. സ്പാർക്ലിംഗ് കാണാനായിട്ട് പോവാണ്. റൂമിൽ നിന്ന് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പാരീസിൽ വരുമ്പോൾ നമ്മൾ മേജറായിട്ട് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് റോബറി എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി റോബറി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണ് എപ്പോഴും സൂക്ഷിച്ച് വേണം കൊണ്ടു നടക്കാനായിട്ട്. ഫോണുകളാണ് ഏറ്റവും കൂടുതൽ സ്നാച്ച് ചെയ്തിട്ട് പോകുന്നത്. അതും മെട്രോ സ്റ്റേഷൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ റോബറി ഇൻസിഡൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചിട്ട് ഞാൻ മെട്രോ സ്റ്റേഷനിൽ ഒന്നും തന്നെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഈ വ്ളോഗിലുടനീളം തന്നെ നിങ്ങൾക്ക് മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊന്നും അധികം കാണാൻ പറ്റില്ല. കാരണം ഞാൻ മെട്രോ സ്റ്റേഷനിലൊക്കെ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ഫോൺ യൂസ് ചെയ്തിരുന്നത്. ഇവിടെ പാരീസിൽ തന്നെ താമസിക്കുന്ന ആൾക്കാർ കൂടുതലും കഴുത്തിലൊരു ടാഗ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കവറിലാണ് ഫോൺ കൊണ്ട് നടക്കുന്നത്. അത് വെച്ച് തന്നെയാണ് അവർ ഫോൺ നോക്കുന്നതും. അത് കയ്യിലേക്ക് പിടിക്കുന്നതായിട്ട് കാണുന്നതേ ഉണ്ടായിരുന്നില്ല ട്രെയിനുകളിലും ബസ്സുകളിലും ഒന്നും. പിന്നെ നമ്മൾ പാരീസിൽ മൊത്തം ട്രാവൽ ചെയ്യാനായിട്ട് നാവിഗോ പാസ് ആണ് കേട്ടോ യൂസ് ചെയ്തത്. അത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് എടുത്തത്. നമ്മളപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് മെട്രോ എടുത്തിട്ട് നേരെ ചെന്നെത്തിയിരിക്കുന്നത് നമ്മുടെ ഈഫൽ ടവറിൻ്റെ ഫ്രണ്ടിലേക്കാണ്. എനിക്ക് ഈഫൽ ടവറിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ എനിക്ക് അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് ആ ടൈമിൽ ഉണ്ടായത്. അതും എൻ്റെ 20s തന്നെ എനിക്ക് ഈ വിഷ്വൽ കാണാൻ പറ്റിയത് എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ആ ഒരു സെക്കൻഡിൽ ഫീൽ ചെയ്തു. ഈഫൽ ടവറിൻ്റെ ഫ്രണ്ടിലും റോബറിയുടെ പ്രശ്നങ്ങൾ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ അധികം വിഷ്വൽസ് ഒന്നും ഇവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് ബോട്ട് റൈഡിൻ്റെ സ്ഥലത്തേക്കാണ്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ടാണ്. നമ്മൾ ഈഫൽ ടവർ സ്പാർക്ലിങ്ങും പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ അതേ നമ്മൾ ബോട്ട് റൈഡിന് വേണ്ടിയിട്ട് പോകാൻ പോവാട്ടോ. ബോട്ട് റൈഡുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകാം. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. അതായത് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിൽ ക്യൂ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്ര ആൾക്കാരും ഈ ക്രൂയിസ് റൈഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ടിക്കറ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ കുറച്ച് നേരം ക്യൂവിൽ നിന്നുള്ളൂ. ഞാൻ പ്രതീക്ഷിച്ച അത്രയും ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര അത്യാവശ്യം വലിയൊരു ക്രൂയിസ് ആയതുകൊണ്ട് ഇത്രയും പേരെയും പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് കയറ്റാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേഗം തന്നെ കയറ്റി. ക്രൂയിസ് വലുതാണെങ്കിലും നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. നിങ്ങൾ പാരീസിൽ വരികയാണെങ്കിൽ മാക്സിമം പറ്റുമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാതെ നോക്കണം കേട്ടോ. കാരണം ഈ ഒരു ക്രൂയിസ് റൈഡിന് നമുക്ക് ആകെ എമൗണ്ട് വരുന്നത് ഒരു 17 to 20 യൂറോയുടെ അടുപ്പിച്ചേ വരുന്നുള്ളൂ. പക്ഷേ ആ ഒരു റൈഡ് കൊണ്ട് നമുക്ക് പാരീസിലുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ അട്രാക്ഷൻസും ഈ ഒരൊറ്റ 1 hour ജേർണിയിൽ അവർ നമ്മളെ കവർ ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ നമുക്കിത് രാത്രിയും പകലും 2 ടൈമിലും അവൈലബിൾ ആണ്. 2 ടൈമിലും നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് വേറൊരു ഫീലിംഗ് ആണ്. പക്ഷേ ഈഫൽ ടവറിൻ്റെ സ്പാർക്ലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്രൂയിസ് റൈഡിൻ്റെ ഇടയിൽ കാണണം എന്നുണ്ടെങ്കിൽ നൈറ്റിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കണ്ടില്ലേ, ഇത് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു മൊത്തം ഈ ബോട്ടിൻ്റെ അകത്ത്. ഞങ്ങൾ മോൾ ഭാഗത്തായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ബോട്ട് ആയതുകൊണ്ട് മോൾ ഭാഗത്തായിട്ടുള്ള സ്ഥലത്താണ്. സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എണീറ്റ് നിന്നിട്ട് തന്നെയാണ് മൊത്തം കണ്ടത്. നല്ല തിരക്കായിരുന്നു. ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എണീറ്റ്, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തന്നെ ഇതിൽ കാണുന്ന പോലെ എണീറ്റ് നിന്നിട്ടാണ് കണ്ടത്. അപ്പോൾ ആ ടൈമിൽ ഇതാ ഒരു സ്പാർക്ലിങ് നടന്നു. അതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു അടിപൊളി നൈറ്റായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റും എല്ലാം കൂടിയായിട്ട് ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു ഈ ട്രിപ്പ്. അങ്ങനെ ക്രൂയിസ് പുറപ്പെട്ടു. കറക്റ്റ് 1 hour ആയിരുന്നു നമുക്ക് ഇവർ ഈ റൈഡ് തന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ എല്ലാ ഭാഗത്ത് ചെല്ലുമ്പോഴും, അതായത് പാരീസിലെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസിൽ എല്ലായിടത്തും ചെല്ലുമ്പോഴും അവർ നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലനേഷൻസ് തരുമായിരുന്നു. ഇത് ഇന്ന ബിൽഡിംഗ് ആണ്, ഇത് ഈ വർഷം പണിതതാണ്, അങ്ങനെ എല്ലാ കാര്യത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നമുക്ക് തരുന്നുണ്ടായിരുന്നു.
നമ്മൾ ഈ ക്രൂയിസ് ജേണിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഈഫൽ ടവറിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഒരു കപ്പിൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കപ്പിൾ ഷൂട്ടിന് നമുക്ക് ഫോട്ടോഗ്രാഫറിനെ അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഈഫൽ ടവറിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് 20 യൂറോസിന് 5 ഫോട്ടോസ് അങ്ങനെ പല രീതിയിൽ എമൗണ്ട് പറഞ്ഞിട്ട് ഇത്ര ഫോട്ടോ എന്നുള്ള രീതിയിൽ അവർ നമുക്ക് എടുത്തു തരും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ക്യാപ്ചർ ചെയ്ത് തരും കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് ആ വിഷ്വൽസ് ഒന്നും എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ വെച്ച് ഞാൻ എടുത്ത ഫോട്ടോസ് ഞാൻ ഈ ബ്ലോഗിൻ്റെ ലാസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കാം കേട്ടോ. ഇന്ന് നമ്മൾ പാരീസ് എത്തിയതുകൊണ്ട് നമുക്ക് അധികം ഐറ്റിനറിയിൽ ഞാൻ ഇന്നത്തെ ദിവസം കാര്യങ്ങളൊന്നും അധികം ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ക്രൂയിസ് റൈഡും ഈഫൽ ടവർ വിസിറ്റും മാത്രമാണ് നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്തത്. ബാക്കി നമ്മുടെ എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യാൻ പോകുന്നത് നാളെയാണ്. നാളത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ പാർട്ട് 2-ലാണ് കേട്ടോ അപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 1 അവറിലെ ക്രൂയിസ് റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കുറച്ചധികം നടന്നിട്ട് കണ്ടുപിടിച്ചു. അവിടെ വന്ന് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത്. കുറച്ചധികം ടയേർഡാണെങ്കിലും നമുക്ക് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2 പേര് മട്ടൻ ബിരിയാണിയും ഒരാൾ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി റൂമിൽ ചെന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാനപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ ഗൈസ്.